Meet the editors. വീണ്ടും വീഴ്ചയോ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, നമ്മളിപ്പോൾ പല വീഴ്ചകളായി പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ അടുത്ത വീഴ്ചയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഇതും സിസ്റ്റം ഫെയിലിയർ എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ഇതുവരെ നടന്ന വീഴ്ച പോലെയല്ല. ഇന്ന് രാത്രി നമ്മൾ സമാധാനമായിട്ടിരുന്ന് ഈ ചർച്ച നടത്തുന്നതും ഈ വാർത്തകൾ വായിക്കുന്നതുമൊക്കെ ഗോവിന്ദച്ചാമി പിടിയിലായി എന്നതുകൊണ്ടാണ്. ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ പിടിയിലായിട്ടില്ലായിരുന്നെങ്കിലോ ഇപ്പോഴും ഗോവിന്ദച്ചാമി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ ഏതെങ്കിലും ഇരുട്ടിലോ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നെങ്കിലോ ഇങ്ങനെ ആയിരിക്കുമോ കേരളം ഈ രാത്രി കടന്നു പോവുക? ഒരിക്കലുമല്ല. അത്രയും വലിയ കൊടും ക്രിമിനലാണെന്നും എങ്ങനെയാണ് അയാൾ ഒരു പെൺകുട്ടിയെ കൊന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരാളാണ് ചാടിപ്പോയത്. ഇനി അയാളെ പിടിച്ചു എന്നുള്ളത് ഒരു വലിയ മേനി പറച്ചിലാണ്. കാരണം ഒറ്റ കൈയുള്ള ഒരു മനുഷ്യൻ, മറ്റേ കൈ ഇല്ല. അത് അയാളെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ അടയാളമാണ്. അങ്ങനെയുള്ള ഒരാളെ നാട്ടുകാർ കണ്ടെത്തി, നാട്ടുകാർ ഫോളോ ചെയ്ത് കിണറ്റിനകത്ത് ചാടുമ്പോൾ അവിടെയുള്ള ഒരു സാധാരണ മനുഷ്യന് സംശയം തോന്നി വീണ്ടും പോയി നോക്കി. അങ്ങനെയാണ് ഗോവിന്ദച്ചാമിയെ പിടിച്ചത്. അല്ലാതെ സർക്കാരിൻ്റെയോ പോലീസിൻ്റെയോ മറ്റ് സംവിധാനങ്ങളുടെയോ മിടുക്കുകൊണ്ടല്ല. അറിയിച്ചു, പോലീസ് വന്നു, പിടിച്ചു. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിടിക്കുമായിരിക്കാം. പക്ഷേ ജയിൽ ചാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദച്ചാമിയെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം ഗോവിന്ദച്ചാമി എവിടെയോ ആയി പോകുമായിരുന്നു. അപ്പോൾ ജയിൽ ചാട്ടം എന്ന് പറഞ്ഞ വീഴ്ച, അതും ഒരു കൊടും ക്രിമിനൽ, അതും കേരളത്തിലെ ഏറ്റവും പഴയ ജയിൽ, ഏറ്റവും വലിയ സംവിധാനങ്ങളുള്ള ഒരു ജയിൽ, അവിടെ നിന്ന് ചാടി എന്നുള്ളതാണ് പ്രശ്നം. അത് എന്നാണ് ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടുന്നത്? ജയിലിൻ്റെ പരമാധികാരി ജയിൽ DGP കണ്ണൂർ ജയിൽ സന്ദർശിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു സ്ഥാപനത്തിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ പരമാധികാരി വരുന്നതിൻ്റെ തലേ ദിവസമാണെന്ന് ആലോചിക്കണം. സാമാന്യ യുക്തിയല്ലേ? ഇതുവരെ എന്തെങ്കിലും വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ആ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, എല്ലാം പരിശോധിക്കുക, ജയിൽ DGP വരികയാണ്, അതൊക്കെ ശരിയാണോ എന്ന് നോക്കുക എന്ന ഒരു പരിപാടിയെങ്കിലും കാണണ്ടേ? ഇതുവരെയുള്ള എല്ലാ കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും. എന്നിട്ടോ തുരുമ്പിച്ചു പോയ ജയിൽ സെല്ലിലെ കമ്പി കണ്ടില്ല, തടവുകാരൻ്റെ കയ്യിൽ ആക്സോ ബ്ലേഡ് കണ്ടില്ല, ഒരു കെട്ട് തുണി ഇയാൾ സൂക്ഷിച്ചു വച്ചിരുന്നു, ഇത് കണ്ടില്ല. ഇതൊന്നും കാണാതെ എന്ത് മേലധികാരിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടന്നത്? അതാണ് ഒന്നാമത്തെ വീഴ്ച. ഇത് മറ്റൊരു ദിവസം പോലെയല്ല. ജയിൽ DGP ആ ജയിൽ സന്ദർശിക്കുന്നതിൻ്റെ തലേ ദിവസം ഏറ്റവും വലിയ വീഴ്ച തയ്യാറായി അണിയറയിൽ ഒരുങ്ങുമ്പോൾ അത് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കഴിഞ്ഞ് ഇയാളെ പിടിച്ചു എന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടുകാരാണ് പിടിച്ചത് സർ, അല്ലാതെ പോലീസല്ല, അല്ലെങ്കിൽ ജയിലധികൃതരുടെ ഏതെങ്കിലും പ്രത്യേക കഴിവ് കൊണ്ടോ ഒന്നുമല്ല. നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ചാണെങ്കിൽ 1.5 മണിക്ക് ഇയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവണം. 7 മണിയോടെയോ 6:30 കൂടിയോ പുറത്തറിയുന്നു, ഉച്ചയോടുകൂടി പിടിക്കുന്നു. എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു പോയി? അപ്പോൾ ഇത് ഒരു തരത്തിലും സർക്കാരിനോ സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്കോ എന്തെങ്കിലും ഈ കാര്യത്തിൽ ഗോവിന്ദച്ചാമിയെ പിടിച്ചു എന്നതിൽ ഒരു തരത്തിലും അഭിമാനിക്കാനുള്ള ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ജയിലിലെ സംവിധാനങ്ങൾ, വൈദ്യുതി കടന്നു പോകുന്ന ഒരു വേലിയുണ്ടെന്ന് പറയുന്നു. 1 വർഷമായി അവിടെ ആ വേലി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആക്സോ ബ്ലേഡ് ഒരാൾ സൂക്ഷിച്ചു വയ്ക്കുന്നു, തുണിക്കെട്ടുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നു. ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ജയിലിൽ ഒരു മതിൽ ചാടിയാൽ ആ മതിൽ ചാട്ടം തിരിച്ചറിയാനുള്ള എന്തെങ്കിലുമൊക്കെ അലാമോ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടാകുമെന്നാണ് ഞാൻ സത്യത്തിൽ ഇതുവരെ വിചാരിച്ചിരുന്നത്. ഈ സാധാരണ വീടുകൾ വരെ ഉണ്ടല്ലോ സർക്കാരെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ. ഇപ്പോൾ അത്രയും വലുതായി സാങ്കേതിക വിദ്യ മറ്റുമൊക്കെ വളർന്നു കഴിഞ്ഞു, ചിലവും വല്ലാതെ കുറഞ്ഞു. പക്ഷേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജയിലിൽ അങ്ങനെ ഒരു സംവിധാനമില്ല എന്ന് ഇന്ന് മനസ്സിലാവുകയാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, ഒറ്റ കൈയുള്ള ഒരാൾ ഇത് ചെയ്യാമെങ്കിൽ 2 കൈയുള്ള നല്ല ശേഷിയുള്ള എത്രയോ മനുഷ്യർ ഉള്ള ഒരു സ്ഥലമാണ് ഈ ജയിൽ. ഇതിലും കൂടുതൽ ആളുകൾ ചാടാതിരുന്നത് എന്തോ വലിയ ഭാഗ്യമാണ്. ഒരു കൈയില്ലാത്തൊരു മനുഷ്യൻ നിഷ്പ്രയാസമാണ് കണ്ണൂർ ജയിലിലെ എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് അവരുടെ പ്രധാനപ്പെട്ട അധികാരി വരുന്നതിൻ്റെ തലേദിവസം രാത്രി അവിടുന്ന് ചാടിപ്പോയത്. ഇതിൽ പരം ഒരു നാണക്കേട് ജയിൽ സംവിധാനത്തിനുണ്ടോ എന്നുള്ളതാണ്. നാണമില്ല. ഇനിയും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത. ഇതേ ജയിലിൽ തന്നെയല്ലേ പത്രക്കെട്ടെടുക്കാൻ ഒരു തടവുകാരൻ പുറത്തു പോകുന്നു, അയാൾ അതിലെ ഒരു ബൈക്കിൽ കയറി പോകുന്നു, നമ്മൾ ഇതിനു മുമ്പ് കേട്ടതല്ലേ? അപ്പോൾ അന്ന് ആലോചിക്കുന്നത്, അപ്പോൾ പത്രക്കെട്ടെടുക്കാൻ ജയിൽ ജീവനക്കാരല്ലേ പോകുന്നത്? അല്ല, അത് തടവുകാരനാണ് പോകുന്നത്. അതെന്താ? ഇവിടെ ആളില്ല. ഒരു ജയിലിൻ്റെ എല്ലാ സംവിധാനങ്ങളും തുറന്നു വയ്ക്കുകയാണ്. വെളുപ്പാങ്കാലത്ത് തടവുകാരൻ പോയി പത്രം എടുത്തു കൊടുക്കുന്ന രീതിയിലാണ് കണ്ണൂർ ജയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ കേരളത്തിലെ എല്ലാ ജയിലുകളുടെയും അവസ്ഥ ഇതാണ് എന്നുള്ളതാണ് സത്യം.
ആവശ്യത്തിന് ജീവനക്കാരോ ആവശ്യത്തിന് സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് കേരളത്തിലെ ജയിൽ എന്നുള്ളതാണ്. അത് കേരളത്തിൽ മാത്രമല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സമാധാനത്തിന് പറഞ്ഞുള്ളൂ, മറ്റു പല സ്ഥലങ്ങളിലും അതുണ്ട്. പക്ഷേ നമ്മൾ നമ്പർ 1 ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലും നമ്പർ 1 ആയേ പറ്റൂ. കേരളത്തിലെ ജയിലുകളുടെ താങ്ങൽ ശേഷി എന്ന് പറയുന്നത് 7367 തടവുകാരാണ്. അത്രേ താങ്ങാനുള്ള ശേഷിയുള്ളൂ. 10,000-ന് മുകളിൽ തടവുകാരുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ, ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ വെച്ച് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 3000-ലധികം തടവുകാരുടെ കൂടുതലുണ്ട്. ഇനി ജീവനക്കാരുടെ കാര്യത്തിലോ 6 തടവുകാർക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വെച്ച് വേണം. അത് 8 മണിക്കൂറിലേക്കാണ്, 8 മണിക്കൂറിലേക്ക്. അപ്പോൾ 24 മണിക്കൂറാണെങ്കിൽ 3 പേര് വേണം ഒരു ദിവസം. അങ്ങനെയാണെങ്കിൽ 5187 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാർ വേണം. പക്ഷേ നമുക്ക് 1284 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാരേ ഉള്ളൂ. എത്ര വലിയ തസ്തികകളുടെ കുറവാണെന്ന് നോക്കൂ. ഇനി ഈ പറഞ്ഞ 1284-ൽ 50 തസ്തിക ഫില്ല് ചെയ്തിട്ടില്ല. ഒരു കണക്ക് കൂടെ പറയാം. അങ്ങനെയുള്ള 3 അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർമാർക്ക് 3:1 ഒരു ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ വേണം എന്നുള്ളതാണ്. അതാണെങ്കിലോ അപ്പോൾ 1279 എന്നാണ് ഞാൻ കൂട്ടി നോക്കിയില്ല, പക്ഷേ എന്നാണ് എനിക്ക് കിട്ടിയുടെ കണക്ക്. 447 പേരേ ഉള്ളൂ. അപ്പോൾ അതിഭീകരമായി ആളുകളില്ലാത്ത ഒരു സംവിധാനമാണ് ഈ ജയിൽ. ഈ ജയിലിൽ കിടന്നിട്ടുള്ളവരോ ജയിലുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കോ മനസ്സിലാകും ഒരു ജയിൽ സംവിധാനം ഓടിക്കുന്ന സത്യത്തിൽ കേരളത്തിലെങ്കിലും തടവുകാരുടെ സഹായത്തോടു കൂടിയാണ്. അത് ചില ബ്ലോക്കുകളുടെ ഭരണം, അവിടുത്തെ കുശിനിപ്പണി, അവിടുത്തെ കൃഷിപ്പണി, എന്തിന് ജയിലിലെ ഓഫീസ് പണി പോലും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജയിലുകൾ ഫങ്ഷൻ ചെയ്യുന്നത്. എന്നോട് ഒരു ജയിൽ ഓഫീസർ പറഞ്ഞത്, സത്യത്തിൽ ഇവരുള്ളൊരു പകുതി പേര് വിചാരിച്ചാൽ ഈ ജയിൽ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റും, ഞങ്ങൾ പേടിപ്പിച്ച് നിർത്തുകയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അതല്ല, അവരെ ആശ്രയിച്ചാണ് ജയിലുകൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഈ സത്യം അറിയാത്തതല്ല. പല പ്രാവശ്യം പല തവണ ഇത് സംബന്ധിച്ച് ശുപാർശകൾ സർക്കാരിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അല്പം മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് പലരും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ തസ്തികകൾ കൂട്ടിയിട്ടും ഇതാണ് സ്ഥിതിയെങ്കിൽ നിങ്ങൾ എന്നാണ് ഈ പ്രശ്നം പരിപൂർണമായും തീർക്കാൻ പോവുക? വളരെ ചുരുക്കം ജയിൽ ജീവനക്കാരുള്ളപ്പോൾ 24 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ജയിൽ ജീവനക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അത്രയും വലിയ മാനുഷികമായ ബുദ്ധിമുട്ടുകൾ, വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് കേരളത്തിലെ ജയിലുകൾ നടന്നു പോകുന്നത്. 24 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു ഫെയിലിയർ, ഒരു നോട്ടപ്പശയൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. ഇത് പക്ഷേ കണ്ണൂരിൽ നടന്നത് അങ്ങനെയാണെന്ന് ഞാൻ പറയുകയില്ല. കാരണം നിങ്ങളുടെ മേലധികാരി വരുന്നതിൻ്റെ തലേദിവസമാണ് അവിടുത്തെ ഏറ്റവും വലിയ ജയിൽ ബ്രേക്ക് ഉണ്ടാകുന്നത്. അത് ഏതെങ്കിലും വണ്ടിക്കടിയിൽ കിടന്നോ ഡ്രെയിനേജ് കുഴി വഴി ഇറങ്ങിയോ ഒന്നുമല്ല പോയത്. 3 മതിലുകൾ ചാടിക്കടന്നാണ് പോകുന്നത്. അതിന് ഈ ന്യായമില്ല. പക്ഷേ കേരളത്തിൽ ഇനിയും ജയിൽ ബ്രേക്കുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു വെച്ചുകൊണ്ടാണ് നമ്മുടെ ജയിൽ സംവിധാനം നടന്നുകൊണ്ട് പോകുന്നത്. സിസ്റ്റമിൻ്റെ എറർ എന്ന് പറയുന്നത്, സിസ്റ്റത്തിൻ്റെ വീഴ്ച എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് ഒറ്റപ്പെട്ട് കണ്ടുകൂടാ. 2-3 ആഴ്ച മുമ്പ് നമ്മൾ കോട്ടയത്തെ ആശുപത്രി കെട്ടിടം വീണപ്പോൾ ഇതേ സിസ്റ്റം ഫെയിലിയറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അന്ന് നമ്മൾ പറഞ്ഞതാണ്, ഒരു ഡോക്ടർ ശരാശരി 39-40 സെക്കൻഡാണ് പലയിടത്തും ഒരു രോഗിയെ നോക്കാനുള്ള അയാൾക്കുള്ള സമയം. ഒരു എറർ വളരെ സ്വാഭാവികമായും സംഭവിക്കും. ചിലപ്പോൾ രോഗികളെ പരിചരിക്കുന്നതിൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ആരുടെയാണ് കുറ്റം? ഡോക്ടറുടെയാണോ കുറ്റം? അതേ, ഡോക്ടറുടെയാണ് കുറ്റം എന്ന് പറയും. ഡോക്ടർ മര്യാദയ്ക്ക് രോഗിയെ നോക്കിയില്ല എന്ന് പറയും. ഇവിടെ പ്രിസൺ ഓഫീസർമാർ, ജയിൽ ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് തടവുകാരെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് പോലെ. പക്ഷേ അടിസ്ഥാനമായ പ്രശ്നം, ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാത്തതാണ്. ഒരു കണക്ക് കൂടെ പറയാം. തിരുവനന്തപുരത്തും കോഴിക്കോടും ഉള്ള ജില്ലാ ജയിലുകളിൽ, തിരുവനന്തപുരത്തും കൊല്ലത്തുമുള്ള ജില്ലാ ജയിലുകളിൽ അവരുടെ പ്രധാനപ്പെട്ട ജയിൽ ഓഫീസർ കഴിഞ്ഞ 1 മാസമായില്ല. ആ പോസ്റ്റ് വേക്കൻ്റാണ്. ഇത് പ്രിസണാണ്, ജയിൽ വകുപ്പാണ്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ഫയൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിയുന്നു. നടപടി ഉണ്ടായിട്ടില്ല, അവിടേക്ക് പോസ്റ്റിംഗ് നടന്നിട്ടില്ല. അപ്പോൾ ഇത് ആരെയാണ് കുറ്റപ്പെടുത്തുക? ഇത് പറഞ്ഞു വരുമ്പോൾ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെയാണല്ലോ പറയാറ്. അങ്ങനെയാണെങ്കിൽ ഈ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എടുക്കേണ്ട തീരുമാനങ്ങൾ, അതായത് തിരുവനന്തപുരത്തും കോഴിക്കോടുമുള്ള ജില്ലാ ജയിലുകളിൽ അതിൻ്റെ അധികാരിയെ നിയമിക്കാൻ താമസം വയ്ക്കുന്ന ആ ഫയൽ തീരുമാനമെടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നാളെ ചിലപ്പോൾ കുറച്ച് ജീവനക്കാരോട്, ചിലപ്പോൾ കണ്ണൂർ ജയിലിലെ മൊത്തം അവിടുത്തെ ആളുകളെ മുഴുവൻ നിങ്ങൾ സ്ഥലം മാറ്റുമായിരിക്കും. പിന്നെയും സംഭവിക്കും. ഈ കണ്ണൂർ ജയിലെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കുറ്റവാളികൾ ടെലഫോൺ എക്സ്ചേഞ്ച് നടത്തിയ ജയിലാണ്. ടെലഫോൺ എക്സ്ചേഞ്ച് നടത്തുകയായിരുന്നു അവിടെ. തൊണ്ടി സഹിതം മാധ്യമങ്ങളാണത് പിടിച്ചത്. അങ്ങനെയുള്ള ഒരു സ്ഥലം കേരളത്തിലെ ജയിലുകളിൽ
ഇങ്ങനെയുള്ളൊരു വലിയ സിസ്റ്റം ഫെയിലിയർ കൂടാതെ രാഷ്ട്രീയ തടവുകാർക്കുള്ള വലിയ സ്വാധീനം, രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് നിന്നു കൊടുക്കുക, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു വലിയ മാഫിയ കേന്ദ്രങ്ങളാണ് ജയിലുകൾ. അവിടെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളും കുഴപ്പങ്ങളുമൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളൊരു ഗോവിന്ദചാമിയുടെ ജയിൽ ബ്രേക്ക് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. കാരണം അതൊരു നിമിത്തമായി ഇന്ന് ചർച്ച ചെയ്യാനാണ്. ഒരുപക്ഷെ ഗോവിന്ദചാമി അവിടുന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിതൊന്നും ചർച്ച ചെയ്യില്ലായിരിക്കും. ഇത്രയും വലിയ ആളുകളുടെ കുറവ്, ചില പ്രധാനപ്പെട്ട പദവികളിൽ കണ്ട ആളുകളുടെ ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടും തീരുമാനമെടുക്കാതിരിക്കുക, ഒരു കാരണവശാലും താങ്ങാൻ പറ്റാത്തത്രയും തടവുകാരുണ്ടായിട്ടും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ വലുതാക്കാതിരിക്കുക, ഇതൊന്നും ചെയ്യാതിരുന്നേ കുറച്ച് ജീവനക്കാരെ സ്ഥലം മാറ്റിയത് കൊണ്ടോ അവർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ടോ ഒരു കാര്യവുമില്ല. അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം. കോട്ടയത്തെ ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആർക്കെങ്കിലും എതിരെ നടപടിയെടുത്ത് നമ്മൾ കേട്ടോ? ഇല്ല. ഒരാൾക്കെതിരെ പോലും നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും കോട്ടയത്ത് ഒരു സ്ത്രീ മരിച്ചിട്ട് 1 മാസം കഴിയുന്നു. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് കിട്ടുമായിരിക്കും, നമ്മളാരും കണ്ടിട്ടില്ല. നടപടി ഉണ്ടായിട്ടില്ല. സ്കൂൾ കെട്ടിടങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണെന്ന് പറയുന്നു. കേരളത്തിലെ ആശുപത്രികൾ തകരാൻ പോവുകയാണെന്ന് പറയുന്നു. എന്തായി? നടപടി ഉണ്ടായിട്ടില്ല. തെളിവ് സഹിത മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. കേരളത്തിലെ ഡോക്ടർമാരുടെ അറിവോടുകൂടി രോഗികൾ പുറത്തു നിന്ന് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വരെ വാങ്ങിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. എന്ത് നടപടി? ഏതെങ്കിലും ആശുപത്രിയിൽ, ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിൽ ഈ രോഗികൾക്കുള്ള ഈ ബുദ്ധിമുട്ട് രോഗികളെ കൊണ്ട് പുറത്തു നിന്ന് സൂചിയും നൂലും വാങ്ങിപ്പിക്കുന്ന പരിപാടി നിർത്തിയോ? നിർത്തുമെന്ന് പറഞ്ഞോ? അങ്ങനെ അതിനാരെങ്കിലും ഉത്തരവാദികളുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തോ? ഇല്ല. അന്ന് മാധ്യമങ്ങളെല്ലാം ബഹളം വെച്ചതുകൊണ്ട് അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട ഡോക്ടർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അവിടെ കൊണ്ട് അവസാനിച്ചു കാര്യങ്ങൾ. അപ്പോൾ ഇത് സിസ്റ്റമിൻ്റെ ഫെയിലിയറാണ്. ആ സിസ്റ്റമിക് ഫെയിലിയർ സർക്കാർ ഉണ്ടാക്കിയതാണ്. പഴയ സർക്കാരുകളിൽ നിങ്ങൾക്ക് പഴി പറയാം, പക്ഷേ അത്തരം പഴയ പ്രശ്നങ്ങൾ മാറ്റാനാണ് നിങ്ങളെ, ഈ സർക്കാരിനെ ജനം അധികാരത്തിൽ കൊണ്ടുവന്നത്. അത് മറക്കരുത്. പഴയ കഥ പറയുമ്പോൾ പുതിയ കഥ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. വീണ്ടും വീഴ്ച എന്ന ചോദ്യത്തിന് അതിഗുരുതരമായ വീഴ്ച എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൽ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട്, ഈ കൊടും ക്രിമിനൽ ജയിൽ ചാടുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഡോക്ടർ ഷേർലി വാസു, ഫോറൻസിക് സർജൻ, റിട്ടയർഡ് ഫോറൻസിക് സർജൻ പറഞ്ഞതാണ് അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അവർ എത്ര കേസുകൾ കൈകാര്യം ചെയ്തതാണ്, എത്ര കൊലപാതക കേസുകൾ മായി ബന്ധപ്പെട്ട് ഫോറൻസിക് സർജനായി നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ കേസിന് ശേഷം ഇയാൾ പുറത്തേക്ക് ഇറങ്ങി എന്ന വാർത്ത കേൾക്കുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു കുടുംബത്തിനെന്നാണ് പറയുന്നത്. സൂക്ഷിക്കണം, പുറത്തിറങ്ങരുത് എന്ന് ബന്ധുക്കൾ ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഭയക്കേണ്ട ഒരാളാണ് ഈ കൊടും ക്രിമിനൽ എന്നാണ് ഷേർലി വാസു പറയുന്നത്. ഇയാൾക്ക് ഒരു കൈപ്പത്തി ഇല്ല എന്നേ ഉള്ളൂ, കൈയില്ല എന്നല്ല, കൈപ്പത്തി ഇല്ല എന്നുള്ളൂ. ആ കൈ വെച്ച് അയാൾ നന്നായി അത് വെച്ച് ഉപദ്രവിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരാളാണ്, വല്ലാത്ത കായിക ശക്തിയുള്ള ഒരാളാണ് ഇയാൾ. ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച സൗമ്യയെ ഏത് രീതിയിലാണ് റേപ്പ് ചെയ്തത് അതിൻ്റെ മുഴുവൻ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസും അറിയുന്നതാണ് ഡോക്ടർക്ക്. അതുകൊണ്ടാണ് അത് എത്രത്തോളം കൊടും ക്രിമിനലാണ് എന്ന് പറയുന്നത്. ഇയാൾ മുമ്പ് മോഷണം നടത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ. അതിനുശേഷം ട്രെയിനുകളിൽ സ്ഥിരമായി മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇയാൾ ഇവിടെ കേരളത്തിലെത്തിയതാണ്. അത്രയ്ക്കും കൊടും ക്രിമിനൽ എന്ന് വെച്ചാൽ ആളുകളെ ഉപദ്രവിക്കാനും അമിത ലൈംഗികാസക്തിയുള്ള സ്ത്രീകളെ ഏത് സമയവും ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഒരാളാണ് ഇയാൾ. ഇതിനു മുമ്പും പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയും തമിഴ്നാട്ടിൽ പല കേസുകളിലായി. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലാണ്. ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഇയാൾക്ക് ആദ്യം വധശിക്ഷ കേരളത്തിൽ ഹൈക്കോടതിയിൽ വിധിക്കുന്നു. അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഈ മരണം ഈ റേപ്പ് കൊണ്ടാണോ എന്ന് തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾക്ക് ജീവപര്യന്തമായി കിട്ടിയത്. ആ ജീവപര്യന്തം ശിക്ഷ കിട്ടിയ ആ പ്രതിയെ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിയിൽ നിന്നാണല്ലോ ഈ പണം സ്വരൂപിക്കുന്നത്. അങ്ങനെ അയാളെ ജയിലിൽ പുറത്തിറങ്ങാത്ത വിധം അയാളെ അവിടെ ജയിലിൽ സൂക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്. ആ ചുമതലയിൽ നിന്നാണ് ഇപ്പോൾ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുറത്തിറങ്ങുന്ന ബാക്കി എല്ലാ സ്ത്രീകളും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമായിരുന്നു അത്രയും മണിക്കൂറുകൾ. ഇത് പോലീസിൻ്റെ ഭാഗമായിട്ട് പോലീസൊക്കെ അതിനുശേഷം കേരള പോലീസ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നു, ഞങ്ങളുടെ വലിയ നേട്ടമാണ് ഇയാളെ പിടികൂടുക എന്ന് പറഞ്ഞിട്ട്. സാധാരണക്കാരായ ജനങ്ങൾ കണ്ടെത്തി വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടിക്കാനായത്. ഒന്നാമത് നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടിച്ച് കൊഴുത്ത ഗോവിന്ദചാമി അല്ല ഇപ്പോൾ. ഗോവിന്ദചാമിയുടെ രൂപം മാറിയിട്ടുണ്ട്. അയാളുടെ ഒരു കൈയില്ലാതെയാണ് ഇയാൾ എന്തോ പൊക്കി കൊണ്ടുപോകുന്നു എന്ന് തോന്നിയിട്ട് ഒരാൾ ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോഴാണ് ഇയാൾ ഓടിയത്. അപ്പോൾ അയാൾക്ക് ആ സമയത്തുണ്ടായ ജാഗ്രതയാണ് യഥാർത്ഥത്തിൽ ഇയാളെ പിടികൂടുന്നതിലേക്ക് സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇയാൾ എങ്ങനെ ജയിൽ ചാടി, ഇയാൾ ജയിൽ ചാടുന്നതിന് മുമ്പ് അയാൾ എങ്ങനെയൊക്കെ ആസൂത്രണം നടത്തി, അയാൾ അവിടെ ഭക്ഷണത്തിന് ബിരിയാണിക്ക് വേണ്ടി ബഹളമുണ്ടാക്കിയ കാര്യം നമ്മൾ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ തടിച്ചു കൊഴുത്ത ഒരു പ്രതി
കുറച്ച് മാസങ്ങളായി തടി കുറയ്ക്കുന്നു, ചോറ് വേണ്ട എന്ന് പറയുന്നു, എന്നിട്ട് ചപ്പാത്തിയിലേക്ക് മാറുന്നു, എന്നിട്ട് ഭക്ഷണം കുറയ്ക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടറെ കാണിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ ഡോക്ടറുടെ റിപ്പോർട്ട് ഇയാൾ പറയുന്നതാണോ ജയിൽ ഉദ്യോഗസ്ഥർ വിശ്വസിക്കേണ്ടത്? ഇയാൾക്ക് എന്താണ് അസുഖമെന്ന് തിരിച്ച് ഡോക്ടറോട് അന്വേഷിക്കേണ്ടേ? അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അയാൾ ചപ്പാത്തി കഴിക്കുന്നു, അയാളുടെ ഭാരം കുറയ്ക്കുന്നു, അയാൾ അവിടെ കൃത്യമായി ഒറ്റക്കൈയുമായി അയാൾ പുഷപ്സ് ഒക്കെ എടുത്ത് നല്ലോണം വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ ആരോഗ്യമൊക്കെ എടുത്ത് എങ്ങനെ ചാടാൻ ഭാരം കുറയ്ക്കാമെന്നുള്ള കൃത്യമായ കാര്യങ്ങൾ നടത്തുന്നു. ഭക്ഷണത്തിന് കൊടുക്കുന്ന ഉപ്പ് ശേഖരിച്ച് വെച്ച് അവിടെ ഈ ഗ്രില്ലിനകത്തൊക്കെ ഇട്ട് വെച്ച് അതിനെ തുരുമ്പാക്കി വേഗം പൊട്ടിക്കാനുള്ള സംവിധാനമാക്കുന്നു. ആക്സോ ബ്ലേഡ് സംഘടിപ്പിക്കുന്നു. തുണികൾ അവിടെ ഒരു ഈ 10ാം നമ്പർ ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷയിൽ ഈ പറയുന്ന കൊടും ക്രിമിനലുകളെ വെക്കാനുള്ള ബ്ലോക്കാണ്. ആ ബ്ലോക്കിൽ ആ പ്രതികളുടെ സെല്ലിൽ എന്തൊക്കെയുണ്ടെന്നുള്ള പരിശോധന എന്നും നടത്തേണ്ടതല്ലേ? ഈ കിടക്കാൻ പോകുമ്പോൾ ടോർച്ചടിച്ച് അയാൾ കിടന്നോ എന്ന് നോക്കി പോവുകയാണ്. അവിടെ ഒരു പുതപ്പിൻ്റെ കൂടെ കുമാരൻ കണ്ടപ്പോൾ അയാൾ കിടന്നു വിചാരിച്ചിട്ടുണ്ട്. അയാൾ അതിലുണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? അത്രയേ ഉള്ളൂ പരിശോധന. അതാണ് ദിവസമുള്ള റുട്ടീൻ. അതാണ് ഈ ഒന്ന് ടോർച്ച് അടിച്ച് പോകുന്നു എന്നുള്ളതാണ്. അവിടെ പുറത്ത് ലൈറ്റ് ഇല്ല എന്നുള്ള വിവരം, CCTV പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നു എല്ലാ ഭാഗത്തെയും. എന്നിട്ട് ഇയാൾ അവിടെ നിന്നും ഇതൊക്കെ കമ്പി വളച്ച് പുറത്തേക്ക് ചാടി അവിടെ മണിക്കൂറുകളോളം ആ കോമ്പൗണ്ടിൽ തന്നെ നിന്ന് പിന്നെ ഈ പറയുന്ന വലിയ മതിലിലേക്ക് ഈ തുണിയെല്ലാം കൂട്ടിക്കെട്ടി ഈ ഒറ്റ കൈ വെച്ച് കുട്ടിക്കെട്ടി പുറത്തേക്ക് ഇട്ട് അയാൾ അതിൽ നിന്ന് ചാടി പുറത്തേക്ക് പോരുന്നു. അയാൾക്ക് അത് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കിണറിലേക്ക് അയാൾ ചാടിയതും എന്ന് തിരിച്ചു വരുന്നതും മനസ്സിലാക്കാനാവും അയാൾക്ക് അങ്ങനെ പറ്റുമെന്നുള്ളത്. അപ്പോൾ അയാളൊരു അതിമാനുഷികനായി രീതിയിൽ തന്നെ ഒരു കൊടും ക്രിമിനലായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ എങ്ങനെ പുറത്തിറങ്ങുന്നു എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. മൊബൈൽ സിം കാർഡ് പിടിക്കുന്നു, മൊബൈൽ പിടിക്കുന്നു, പുറത്തുനിന്ന് കഞ്ചാവ് എറിഞ്ഞു കൊടുക്കുന്നു, ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ കേട്ടു. ഈ TP കേസിലെ പ്രതികളൊക്കെ അവിടെ ഏത് രീതിയിൽ അവിടെ എല്ലാ സ്വാതന്ത്ര്യം അനുഭവിച്ചു. അവിടെ നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വാർത്തകൾ നമ്മൾ കണ്ടതാണല്ലോ. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കൊടും ക്രിമിനലുകൾക്ക് അവിടെ എങ്ങനെയാണ് യഥേഷ്ടം പ്രവർത്തിക്കാനാകുന്നത്? അവിടെ സിസ്റ്റം ഉദാസീനമാണ്. ഈ 4 സാധാരണ ജീവനക്കാർക്കെതിരെ സാധാരണ കീഴ്ത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രം നടപടിയെടുത്തുകൊണ്ട് ആണോ ഇതിൽ പരിഹാരമുണ്ടാക്കേണ്ടത്? അതിലപ്പുറമുള്ള പരിശോധനയിലേക്ക് എങ്ങനെ കടക്കും? ഇതിൽ എല്ലാ ആഴ്ചയും അവിടെ ഒരു ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ട്, യോഗം നടത്തേണ്ടതുണ്ട്. ഒക്കെയാണ് ചട്ടം. ഈ ചട്ടങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. ഇനി ഇയാൾ താടിയൊക്കെ നീട്ടി, ജയിൽ ചട്ടത്തിന് പ്രകാരമാണെങ്കിൽ അങ്ങനെ താടി നീട്ടാൻ പറ്റില്ല. താടി മുഴുവൻ ഷേവ് ചെയ്യണമെന്നില്ല. അസുഖങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ താടി വെക്കാം. പക്ഷെ അപ്പോഴും ട്രിം ചെയ്യണം എന്നാണ് പറയുന്നത്. മുടി നീട്ടാനും ഈ റിലീജിയസ് പ്രകാരം ചിലർക്ക് മുടി നീട്ടാം. അതും കൃത്യമായി അതിൻ്റെ കാരണം വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഗോവിന്ദചാമിക്ക് എന്താണ് കാരണം? ഗോവിന്ദചാമി താടി ഇത്രയും നീട്ടി വെക്കാൻ എന്തുകൊണ്ട് അയാൾക്ക് സാധിക്കുന്നു? അയാളോട് താടി വെട്ടാൻ എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അപ്പോൾ അവരവൻ്റെ രൂപം മാറ്റാനുള്ള എല്ലാ സഹായവും അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു. ശരീരം മെലിഞ്ഞു, താടി വെച്ചു, എന്നെ കണ്ടാൽ തിരിച്ചറിയരുത് എന്ന രൂപത്തിലേക്ക് ആയ ശേഷം നല്ല മഴയുള്ള ദിവസം അയാൾ തിരഞ്ഞെടുക്കുന്നു. മഴയുള്ളപ്പോഴാണ് ഇയാൾ ഇതിങ്ങനെ കമ്പി വളയ്ക്കുന്ന പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും അയാൾക്കുള്ള സംവിധാനം, സാഹചര്യം അവിടെ ഒരുക്കി കൊടുത്തതാരാണ് എന്ന ചോദ്യം അവിടെ ഗുരുതരമായി ഉയരുന്നുണ്ട്. ഈ വീഴ്ചയ്ക്ക് ഉടനെ മറുപടിയായി കഴിഞ്ഞ കാലത്ത് ഭരിച്ചിരുന്ന UDF സർക്കാരിൻ്റെ കാലത്ത് ചാടിയ റിപ്പർ ജയാനന്ദൻ്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എല്ലാ സമയവും ഓരോ തവണയും സിസ്റ്റം ഫെയിലിയർ ഉണ്ടാകുമ്പോൾ UDF കാലത്തെ സിസ്റ്റം ഫെയിലിയറിൻ്റെ കണക്കെടുക്കാനും അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് റിസർച്ച് നടത്തി കൊണ്ടുവരാനുമുള്ള ഒരു വേഗമുണ്ടല്ലോ, ആ വേഗം ഇപ്പോഴുള്ള സിസ്റ്റം നേരെയാക്കാനുണ്ടായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ശരിയാക്കാമായിരുന്നു. ഇന്നിപ്പോൾ സൗമ്യയുടെ അമ്മയും പറയുന്നതാണ്, ഇയാളെ ഇനി പുറത്തിറങ്ങാത്ത വിധത്തിൽ ശിക്ഷിക്കണം. ഈ ചട്ടങ്ങൾ, നിയമങ്ങൾ തന്നെ മാറ്റേണ്ട സമയമായിരിക്കുന്നു. കാരണം ഇയാൾക്ക് വധശിക്ഷ കൊടുക്കാതെ അയാൾക്ക് ജീവപര്യന്തം തടവായി മാറ്റിക്കഴിഞ്ഞിട്ട് ഈ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ ഈ തരത്തിൽ ജയിൽ ചാടി അടുത്ത ക്രൈമിലേക്ക് ഇറങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ കോടതി നൽകുന്ന ശിക്ഷ എന്താകും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇയാൾക്ക് വധശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട സുപ്രീം കോടതി അതിന്മേൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ആവശ്യം സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട്. നിലവിൽ നമ്മുടെ നിയമങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ജീവപര്യന്തം തടവ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമോ എന്നുള്ള ആശങ്കയാണ് കുടുംബത്തിനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ ഈ കേസ് കൂടി വെച്ചുകൊണ്ട് കുറച്ചുകൂടി നീട്ടാമായിരിക്കാം. എന്നാലും അയാൾ എന്തെങ്കിലും പുറത്തിറങ്ങുമോ എന്ന് ഭയപ്പെട്ടാണോ കേരളത്തിലെ സ്ത്രീകൾ ജീവിക്കേണ്ടത് എന്നൊരു കേരളത്തിലെ എന്നല്ല, അയാൾ എവിടേക്കൊക്കെയാണ് പോകുക എന്ന് പറയാൻ പറ്റില്ല. അയാൾ ട്രെയിൻ കയറി ഈ നാട് വിടാനുള്ള ആലോചനയായിരുന്നു, തമിഴ്നാട്ടിൽ മോഷണം നടത്താനുള്ള ആലോചനയായിരുന്നു. ഇതൊക്കെയാണ് അയാളുടെ മൊഴിയിൽ പറയുന്നത്. അയാളുടെ മൊഴിയല്ലല്ലോ മുഴുവനായും വിശ്വാസത്തിലെടുക്കേണ്ടത്. അപ്പോൾ വീഴ്ച ഈ ജയിലല്ല, ഇനി മുഴുവൻ ജയിലുകളിലെയും വീഴ്ചയും അവിടുത്തെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന പരിശോധന നടത്തേണ്ട സമയമാണ്. ഇത് ആഭ്യന്തര വകുപ്പല്ല, ഇത് ജയിൽ വകുപ്പാണ്. ആഭ്യന്തരത്തിൻ്റെയും ജയിൽ വകുപ്പിൻ്റെയും വീഴ്ചയുടെ ഉദാഹരണമായിട്ടാണ് ഇത് കാണുന്നത്. തുടർച്ചയായ വീഴ്ചകളാണ് ഇത്. ഗുരുതരമായ വീഴ്ചയാണ്, ആശങ്കപ്പെടുത്തുന്ന വീഴ്ചയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ആൻറ്റോ.
ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ആൾ വളരെ ആരോഗ്യവാനായ ഒരാളാണ്. അദ്ദേഹം ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടിയിട്ടാണ് ഈ പെൺകുട്ടീനെ പീഡിപ്പിക്കുന്നത്, കൊല്ലുന്നതും അങ്ങനെ തന്നെയാണ്. പൂർണ്ണ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ്. അവരുടെ കൈ ഡോറിനിടയ്ക്ക് വെച്ച് അടച്ചതിന് ശേഷം ആ കൈ വലിക്കാൻ പറ്റാതെ ആയിക്കഴിഞ്ഞ് ആ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടതിന് ശേഷമാണ് തള്ളി ട്രാക്കിലേക്ക് ഇടുന്നത്. എന്നിട്ടാണ് ഇവൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി. അപ്പോൾ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളതാണ്. 14ഓളം കേസ് തമിഴ്നാട്ടിൽ മാത്രമുണ്ട്. അതിനകത്ത് എല്ലാ കേസുകളും ഉണ്ട്. അതെല്ലാം ഈ ട്രെയിനുമായി ബന്ധപ്പെട്ടിട്ടും അദ്ദേഹം പല സ്ഥലങ്ങളിലും ഇതൊരു വലിയ ഗ്യാങ്ങിൻ്റെ ഭാഗമാണ്. ആരാണ് ഈ സുപ്രീം കോടതി വരെ പോയി ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷ വേണ്ടാന്ന് വെക്കാൻ വരെ കഴിവുള്ള ഒരാളാണ്. നമ്മളിതിനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അയ്യോ, ഒരു പാവം, ഒരു കൈയില്ലാത്ത ഒരാൾ അതങ്ങനെ അലിഞ്ഞു കയറി എങ്ങനെയാണ് സംഭവിക്കുക? വേറെ ആൾക്കാരുണ്ട്. സഹകരണം ഇല്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. സുപ്രീം കോടതി പോയി വധശിക്ഷ കിട്ടിയ ഒരു പ്രതി ആ വധശിക്ഷ ജീവപര്യന്തയാക്കി മാറ്റാൻ മാത്രം പ്രാപ്തിയുള്ള ഒരാളാണ് ഗോവിന്ദച്ചാമി. അദ്ദേഹത്തെ അങ്ങനെ തന്നെയല്ല കാണേണ്ടത്. അതുപോലെ അത്രയും പ്രായ ഒരു കൊടും ക്രിമിനലിനെ ഈ പറഞ്ഞ സ്ഥലത്തു നിന്ന് ചാടിപ്പോയാൽ ആ ചാടിപ്പോയാൽ അത് വീഴ്ച തന്നെയാണ്. അത് വീഴ്ച എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച. അയ്യോ, 4 ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്തില്ല, രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാവും ഉദ്യോഗസ്ഥർ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഒരാൾ 1:30 ചാടിയ ആൾ ഇത്ര നേരമായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല? രാവിലെ 6 വരണം, റോന്തി ചുറ്റി രണ്ടാമത് വരുമ്പോൾ മാത്രമാണോ അറിയേണ്ട കാര്യം ഉണ്ടാവുക? അതിന് മുന്നേ അറിയണ്ടായിരുന്നോ? അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അവരുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കേരളത്തിലെ ജയിലുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ ജയിലുകളിൽ സംഭവിക്കുന്നുള്ളതാണോ ഞാൻ പറയുന്നത്. ഈ കേരളത്തിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ സൃഷ്ടിക്കുന്ന ഒരു തടവറ എന്ന് പറയാം. കുറ്റവാളിയെ സൃഷ്ടിക്കുന്ന തടവറ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കുറ്റവാളികളെയും സെല്ലിൽ കൊണ്ടിടും. അതിനൊന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല. എന്താണ്, കൊലപാതകീൻ്റെ കൂടെ ചെറിയ പെറ്റിക്കേസിൽ വരുന്നവനെയും കൊണ്ടിടും. ലാസ്റ്റ് ഈ പെറ്റിക്കേസിൽ വന്നവനായിരിക്കും അടുത്ത ഏറ്റവും വലിയ കൊലയാളി. കാരണം അവനാണ് ഏറ്റവും ട്രെയിനിങ് കൊടുക്കുന്നത്. ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ ക്രിമിനലുകളെ ഓരോരോ സെല്ലുകളിൽ അങ്ങനെ കൊണ്ടിട്ടേക്കാണ്. എത്ര സില്ലാണോ ഒഴിവുള്ളത് ആ സെല്ലിൽ അടുത്തയാളെ കൊണ്ടിടും. അപ്പം 10, 20, 30, 50, 60 ദിവസമൊക്കെ ഒരു 3 മാസമൊക്കെ കിടന്നിട്ട് സാധാരണ കേസിൽ പോകുന്നവൻ വരെ വലിയ കൊടും ക്രിമിനലാക്കിയിട്ട് പുറത്തേക്ക് വരിക. ട്രെയിനിങ് സ്കൂളാണ് ഇപ്പോൾ കേരളത്തിലെ ജയിൽ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേരളത്തിലെ ജയിലുകൾ പ്രവർത്തിക്കുന്നത്. അപ്പം അതിനെന്താ സർക്കാർ ഒരു ക്രൈറ്റീരിയ? എന്താണ് ജയിലുകളുടെ ഉദ്ദേശം? എന്തുകൊണ്ട് ഒരു തടവ് പുള്ളിനെ ജയിലിലിടുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഒരു കുറ്റവാളിനെ ജയിലിലിടുന്നത് എന്തിനാണ്? ആ കുറ്റവാളി പിന്നീട് കുറ്റവാളി ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജയിലിടുന്നത്. അത് വലിയ കുറ്റവാളിയായിട്ടാണ് അദ്ദേഹത്തെ പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. ആരാണോ ജയിലിൽ പോകുന്നവനാ അതിനേക്കാൾ വലിയ കുറ്റവാളി. ഇപ്പം കഞ്ചാവ് വിൽക്കുന്നവനാണെങ്കിൽ അവൻ അവിടെ ചെന്നിട്ട് MDMA മറ്റതും ഒക്കെ ഉണ്ടാക്കാനും വിൽക്കുന്നതും പഠിച്ചിട്ട് പുറത്തിറങ്ങി വരുന്ന അവസ്ഥയാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. റേപ്പ് ചെയ്ത് പോയവൻ എങ്ങനെ കൊല ചെയ്യാമെന്ന് PhD എടുത്തിട്ട് പുറത്തേക്ക് വരും. അങ്ങനെയാണ് കേരളത്തിലെ ജയിലുകൾ എന്ന് പറയുന്നത്. ഇതിനൊന്നും സിസ്റ്റമില്ല. നമ്മുടെ നാട്ടിൽ സിസ്റ്റമില്ല. ഞാൻ പറയുന്നത് അറിയോ, 2015, 2014 ഒരു പുതിയ സമ്പ്രദായം കൊണ്ടല്ലോ. എന്താ അറിയോ, സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജയിൽ പുള്ളികൾ ചപ്പാത്തി ഉണ്ടാക്കട്ടെ, ജയിൽ പുള്ളികൾ കോഴിക്കറി ഉണ്ടാകട്ടെ, ജയിൽ കളി ബീഫ് കറി ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഇതെല്ലാം ജയിൽ പുള്ളികൾ തന്നെ വിൽക്കട്ടെ, എന്നിട്ട് ഇതിൻ്റെ വരുമാനം ജയിൽ പുള്ളികൾ തന്നെ എടുക്കട്ടെ, അത് വീട്ടിലേക്ക് അയച്ചു കൊടുത്തോട്ടെ. ഇതാണ് സമ്മർദ്ദം കുറയാൻ വേണ്ടിയിട്ട് ജയിൽ പുള്ളികളുടെ പണി. ചിക്കൻ കറി ഉണ്ടാക്കാൻ ചപ്പാത്തി വരത്തിൽ വേണോ? കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ലോകത്ത് എവിടെയും കേട്ടാത്ത പുതിയ പുതിയ സംവിധാനങ്ങൾ കേരളത്തിലെ ജയിലുകളിൽ കൊണ്ടുവന്നിട്ട് ജയിൽ പുള്ളികളുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ആ കാലത്തെ ക്രൈറ്റീരിയ. അതോടുകൂടി കേരളത്തിലെ ജയിലുകൾ എന്ന് പറയുന്നത് ട്രെയിനിങ് സ്കൂളായി മാറി. അതാണ് കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതോട് പിന്നെ 5000, 6000 ജീവനക്കാരെന്ന് പറയുന്നു. ഞാൻ പറയുമല്ലോ, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യം എന്താ അറിയോ, എല്ലാവരും തസ്തിക ഫുൾഫിൽ ചെയ്യൂ. എന്താണ്, ആശാ സമരം വരും പറയൂ, അയ്യോ 20,000 പേരെ അപ്പോയിൻറ്റ് ചെയ്യൂ. ഡോക്ടർമാരുടെ സമരം പറയൂ, അയ്യോ 5000 പേരെ അപ്പോയിൻറ്റ് ചെയ്യൂ. അതാ നേഴ്സുമാരുടെ സമരം പറയുമ്പോൾ ഒരു 4000 പേരെ അപ്പോയിൻറ്റ് ചെയ്യൂ. ഡ്രൈവർമാരെല്ലാം സമരം, അയ്യോ 4000 പേരെ ഡ്രൈവർമാരെ അപ്പോയിൻറ്റ് ചെയ്യും. പഞ്ചായത്തിൽ ആളില്ല, ഒരു 5000 പേര്. ഫയലുകൾ നീങ്ങുന്നില്ല. ഇതെങ്ങനെയാണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക? ഇത് എവിടുന്ന് ഈ പണം എടുത്ത് കൊടുക്കാൻ പറ്റുക? കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പണം പിരിച്ചിട്ട് അടയ്ക്കാൻ പറ്റുമോ? അല്ല, ഇത് എവിടുന്ന് നികുതി കൂട്ടാൻ പറ്റില്ല. നമുക്ക് ആകെയുള്ള കേരളത്തിലെ വരുമാനം എന്ന് പറയുന്നത് എന്താ? ഈ വരുമാനത്തിൽ എത്തിയിട്ട് വേണ്ട ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലോൺ എടുക്കാൻ സമ്മതിക്കില്ല, ലോൺ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കിഫ്ബി എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണ്, വരുമാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇതൊക്കെ എവിടുന്നാണ്? ഇതൊക്കെ പണം കണ്ടെത്താൻ പറ്റണ്ടേ? അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറയുന്നതിന് 5000 മണി 5000 പറയാം, 10000 മണി 10000 പറയാം, 20,000 മണി 20,000 പറയാം. എല്ലാവർക്കും 45,000 കുറേ ശമ്പളം പറ്റില്ല, 30,000 കുറേ ശമ്പളം പറ്റില്ല, അതിനേക്കാൾ കൂടുതൽ വേണം. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശക്തമായ നടപടി ഒരു ഉദ്യോഗസ്ഥനെ പേര് സ്വീകരിക്കില്ല. എന്ത് തെറ്റ് ചെയ്താലും ഉദ്യോഗസ്ഥന്മാർ 4ാമത്തെ ദിവസം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് തിരിച്ചു വരും. അതേ പോസ്റ്റിലിരുന്ന് അതേ വെല്ലുവിളി നടത്തും. ഇപ്പോൾ നോക്കിയോ, നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ 4 പേരെ സസ്പെൻഡ് ചെയ്തല്ലോ, 6 മാസം കഴിയുമ്പോൾ അവൻ ആ വേറൊരു ജയിലുണ്ടാവും. അവൻ്റെ ആ പ്രശ്നം തീർന്നു. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ ഒരു പേടിയില്ലാത്തതിന് കാരണം എന്താ? എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, ഏത് ശിക്ഷ വേണമെങ്കിൽ വന്നോട്ടെ, എനിക്ക് 4 ദിവസം ശമ്പളം അടക്കം തിരിച്ചു വരും. ഈ സസ്പെൻഷനിൽ പോകുന്ന സമയത്ത് പകുതി ശമ്പളം കിട്ടും.
തിരിച്ചു കയറുമ്പോൾ ഈ പിടിച്ചു വെച്ച ശമ്പളം കൂടെ മുഴുവൻ കൊടുക്കും, പണിയെടുക്കാതെ മുഴുവൻ ശമ്പളം കിട്ടും. കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ നമ്മളെന്ത് പറയും? തസ്തികയില്ല എന്നുള്ളത്. കേരളത്തിൽ ജയിലുകളാക്കി മാറ്റാനാണ് ആദ്യം സർക്കാർ തീരുമാനിക്കേണ്ടത്. ഇത് ജയിലുകളാണ്. ഇത് കൊടും കുറ്റവാളി നിൽക്കേണ്ട ജയിലാണ്. ഇത് എന്താണ് ചെറിയ കുറ്റം ചെയ്ത ആൾക്കാർ കിടക്കുന്ന സ്ഥലമാണ്. ഇവരെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. പോലീസുകാർക്ക് ഈ പറയുന്ന ഒരു പോലീസുകാരനാണല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥനാണല്ലോ അറിയാം ഈ ഒരു കുറ്റവാളി എന്താണ് ചെയ്തതെന്ന് അറിയാം. പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ ജയിലിലുള്ളവർ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ ഈ പറയുന്ന കുറ്റവാളി എങ്ങനെയുള്ളവനാണെന്നും ഇവരുടെ സ്വഭാവം എന്താണെന്നും? ഈ പറയുന്ന പോലീസും ഈ ജയിൽ വകുപ്പും തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ടും കാക്കി കളറാന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചാൽ മതി. കേരളത്തിലെ ജയിലുകളുടെ 70% അല്ല 50% ഉദ്യോഗസ്ഥന്മാരും താൽക്കാലിക ജീവനക്കാരാണ്. താൽക്കാലിക ജീവനക്കാരെ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? യൂണിഫോം കൊടുത്ത് താൽക്കാലിക ജീവനക്കാരെ അങ്ങോട്ട് വിട്ടേക്കാണ്. അവനെ സംബന്ധിച്ചിടത്തോളം 6 മാസം കൊണ്ട് അവനറിയാം 6 മാസം എൻ്റെ ജോലിയുള്ളൂ എന്ന്. അപ്പോൾ അവനെന്ത് ചെയ്യും? അവിടുത്തെ തടവുകാരെല്ലാം നല്ല സ്വന്തം ആൾക്കാരാക്കി വെച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി അവൻ നോക്കും. അവൻ്റെ ജോലി എന്ന് പറയുന്നത് അതാണ്. പിന്നെ രാത്രി 10 മണിക്ക് 9 മണി കഴിഞ്ഞാൽ പല ജയിലുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് നല്ല മട്ടൻ കറി ചിക്കൻ കറി ഉണ്ട്. പല ഉദ്യോഗസ്ഥന്മാരും അത്യാവശ്യം മദ്യപിച്ച് ഈ പറയുന്ന സാധനമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ എവിടെയും പോകില്ല. കാരണം ഇവരെല്ലാം സ്വന്തം ആൾക്കാരാണ്. ആ രീതിയിലാണ് ഉദ്യോഗസ്ഥരെ പിന്നെ ജയിൽ പുള്ളികളെ കണക്കാക്കിയിട്ടുള്ളത്. അവരെ വെച്ചിട്ട് വേണം അവരെ ഫയലിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, അവരെ വെച്ചിട്ട് വേണം സെല്ല് നോക്കാൻ വേണ്ടിയിട്ട്, അവരെ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ വെച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജയിലുകളെ എങ്ങനെ കൊണ്ടു നടക്കണം, കേരളത്തിലെ ജയിലുകൾ എങ്ങനെയായിരിക്കണം, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ആ മാസ്റ്റർ പ്ലാനില്ല. ഞാൻ പറഞ്ഞു കണ്ണൂർ ജയിലൊക്കെ പറഞ്ഞു വലിയ പാരമ്പര്യം പറയും. ഏത് വലിയ തറവാട് പോലെയാണ് പറയുന്നത് കണ്ണൂർ ജയിലിൻ്റെ കാര്യം. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ജയിലാന്നിരുന്ന് പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ന്യായീകരണം അതിനൊക്കെ? ഒരു 10 അടി കുഴിയുള്ള ഒരു സ്ഥലത്തു നിന്ന് ഒരുത്തൻ പിന്നെ എന്താണ് 10-25 അടി ഹൈറ്റുള്ള ഒരു മതിൽ ചാടിക്കടന്ന് വേറൊരു മതിൽ ചാടിക്കടന്ന് അതിൻ്റെ അപ്പുറം വന്നിട്ട് കൂളായിട്ട് CCTVൻ്റെ മുന്നിൽ കൂടെ നടന്നു പോവുക, തലയിൽ കൈയൊക്കെ വെച്ചിട്ട്. കേരളത്തിലാണ് നടക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു സർക്കാർ. ഇപ്പോൾ നമ്മൾ നാളെ കയറി രാവിലെയായിട്ട് സർക്കാരിനെ അങ്ങ് ചീത്ത പറയുകയാണ്. അയ്യോ ഇതെന്ത് സർക്കാരിൻ്റെ ഫെയിലിയറാണ്, സിസ്റ്റം ഫെയിലിയർ. ഇതൊരു സിസ്റ്റം ഫെയിലിയറിൻ്റെ ഭാഗമല്ലെന്ന്. ഇതൊരു വലിയ മാസ്റ്റർ പ്ലാൻ വേണം. കേരളത്തിലെ ജയിലുകൾ എങ്ങനെ നടപ്പിലാക്കണം, ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതിനൊരു കമ്മീഷനുണ്ടോ, ഇതിനൊരു പഠിക്കാൻ സംവിധാനമുണ്ടോ? ഇതൊന്നുമില്ല. എന്ത് പറഞ്ഞാലും നമ്മൾ 2 കാര്യത്തിൽ ഉറപ്പിക്കുക. എന്താണ്? രാഷ്ട്രീയ കുറ്റവാളികൾ. അങ്ങനെ രാഷ്ട്രീയ കുറ്റവാളികൾ മാത്രമൊന്നല്ലാതെ രാഷ്ട്രീയ കുറ്റവാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു കാരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അത് ജയിലിൽ കിടക്കുന്നതാണ്. കോൺഗ്രസിനായാലും CPM-ൻ്റെ ആയാലും അല്ലെങ്കിൽ BJP-ൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പാർട്ടീൻ്റെ ആണെങ്കിലും അതിനൊരു സംവിധാനം ഉണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് അവിടെ ഒരു ഇതങ്ങനെയല്ലല്ലോ. അതൊരു സെപ്പറേറ്റ് സെല്ലുകളാണ് പാർപ്പിക്കുന്നത്. ഇതങ്ങനെയല്ല. കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറുതായി ക്രിമിനലുകളെ വലിയ ക്രിമിനലാക്കുന്ന ട്രെയിനിങ് സ്കൂളായി മാറ്റി. എൻ്റെ സംവിധാനം അങ്ങനെ എല്ലാ ബ്ലോക്കുകളും നോക്കിക്കോളൂ, ഏത് ജയിലിൻ്റെ ബ്ലോക്കുകളും നോക്കിക്കോളൂ. അതിന് ഉദ്യോഗസ്ഥന്മാർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? എല്ലാം എപ്പോഴും ജയിൽ വകുപ്പിൻ്റെ പരിപാടി എന്താണെന്ന് അറിയോ? സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി. സമ്മർദ്ദം കുറയ്ക്കേണ്ട സംവിധാനം ഉണ്ടോ ജയിലിൽ? എന്തിനാണ് കൊടുത്തിരുന്നത്? സുപ്രീം കോടതി, ഹൈക്കോടതിയൊക്കെ ജയിലിൽ കൊടുക്കും. അവരുടെ മേൽനോട്ടം എന്ന് പറയുന്നത് അത് ആരുടെ മേൽനോട്ടത്തിലാണ്? ഒരു ജയിൽ എന്ന് പറയുന്നത് ആരുടെ? അവിടുത്തെ ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിലാണ്. ഉപദേശക സമിതി ഉണ്ടാവും, സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ തീരുമാനം എടുക്കുന്നതും അതാത് ഏതാണോ അവിടുത്തെ ജില്ലാ ജഡ്ജി, ആ ജില്ലാ ജഡ്ജിൻ്റെ നേതൃത്വത്തിലാണ് ജയിലുകൾ മുന്നോട്ട് പോവുക. അവിടെ കയറിയിട്ട് സർക്കാർ അങ്ങനെ നടപ്പിക്കുക, ഇങ്ങനെ നടപ്പിലാക്കാൻ പറ്റില്ല. സർക്കാർ നടപ്പിലാക്കാൻ എന്താണ്? ഒരു സംവിധാനം കൊടുത്ത് കോടതി നിയന്ത്രിക്കുന്നതാണ് ജയിൽ. ഇതിൽ കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ജില്ലാ ജഡ്ജി ഒരു ജില്ലയിൽ പോയി ആ ജയിലിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് സംഭവിക്കുന്നത്, പ്രോപ്പർ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുകയാണ് വേണ്ടത്. എത്ര ജില്ലാ ജഡ്ജിമാർ, എത്ര ഹൈക്കോടതി ജഡ്ജിമാർ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്? എല്ലാ ജയിലുകളും അങ്ങനെയാണ്. അല്ലാതെ സർക്കാരിൻ്റെ കീഴിലും സർക്കാർ വകുപ്പാണ് നടത്തുന്നതേ ഉള്ളൂ. പക്ഷേ അധികാരി സർക്കാരല്ല, അതിൻ്റെ അധികാരി ജഡ്ജിമാരാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്. ഇതിങ്ങനെ നടക്കാൻ പാടില്ല. അവർക്ക് ഒരു ജയിൽ പുള്ളിക്ക് പ്രശ്നമുണ്ടെങ്കിൽ സർക്കാരിനോടല്ല പറയുന്നത്. ആരോടാണ് പറയുന്നത്? ജഡ്ജിമാരോടാണ് പറയുന്നത്. ജഡ്ജിമാരാണ് തീരുമാനം എടുക്കുന്നത്. എത്ര ജഡ്ജിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? എത്ര ജില്ലാ ജഡ്ജിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്? എത്ര ജില്ലാ ജഡ്ജിമാരും എല്ലാ സബ് ജഡ്ജിമാരും എത്ര ജയിലുകൾ സന്ദർശിച്ചിട്ടുണ്ട്? അവരുടെ കീഴിലുള്ളവരാണല്ലോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ജയിലിലേക്ക് വിടുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിടുന്നത്. കോടതിൻ്റെ കസ്റ്റഡിയിലാണ് ജയിൽ പ്രവർത്തിക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡീൻ്റെ കയ്യിലാണ് ഓരോ ജയിലുകളുള്ളത്. ജയിൽ വകുപ്പിൻ്റെ ചോദ്യം ഇവരെ നോക്കി നടത്തുക, ഈ സംവിധാനം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു റിപ്പോർട്ട് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഒരു ജയിലുകൾ സംബന്ധിച്ചില്ല. ഈ പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കാനും, ഈ പറഞ്ഞ കോഴിക്കറി ഉണ്ടാക്കാനും, ഈ പറഞ്ഞ ബീഫ് കറി ഉണ്ടാക്കാനും, ഇതൊക്കെ എന്തുകൊണ്ട് കേരളത്തിലെ ജയിലുകളെ കൈകാര്യം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക, അവരെ കൊണ്ട് കൃഷി ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ മൈൻഡ് നന്നാക്കാൻ അങ്ങനെയാണ് പണി. എന്താ ഈ ക്രിമിനലുകളെ ഒന്നിച്ചിടാൻ പാടുമോ? ഇന്ന് ആദ്യമായിട്ട് ഒരു ചെറിയ കുറ്റം ചെയ്ത് വരുന്ന ഒരു ജയിലിലെ ക്രിമിനലിനെ കൊണ്ടുവരുന്നത് കൊലപാതകത്തിൽ കൂടിയാണ്. ഒരു സാധാരണ എന്താണ് ഇവിടുത്തെ പെറ്റി കേസിൽ പിടിച്ചു, അവന് ജാമ്യം കിട്ടിയില്ല. അത് ഞാൻ പറയും, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പിന്നെ വയനാട്ടിലുള്ള ഒരു ആദിവാസി പയ്യൻ, അവൻ 17-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അവർക്ക് അറിയില്ല 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. അവർ കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി. അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. പോക്സോ കേസിൽ കിടക്കുന്ന കുട്ടി അവരുടെ വീട്ടിൽ, പയ്യൻ്റെ വീട്ടിലാണുള്ളത്. ഇവനെ പോക്സോ കേസിൽ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. അവൻ കിടക്കുന്ന ആരുടെ കൂടെയാണെന്നറിയോ? അവൻ കിടക്കുന്ന ഒരു കൊടും ക്രിമിനലിൻ്റെ കൂടെയാണ്.
അവനെന്താ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് അറിയോ? നീ എന്തിനാണ് അവൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? അവൻ്റെ മനസ്സിൽ അവൻ ചെയ്യാത്തൊരു തെറ്റ്, അവൻ അറിയാത്തൊരു തെറ്റിന് അവനെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ആ ജയിലിൽ ഇപ്പോൾ അവൻ പുറത്തേക്ക് വരുന്ന കൊടും ക്രിമിനലായിട്ടാന്നേ. കേരളത്തിൽ ജയിലുകളുടെ അവസ്ഥ പറഞ്ഞു. നിങ്ങൾ ഈ ഒരു ഗോവിന്ദചാമിനെ മാത്രമേ പൊക്കി വെക്കണ്ട. ഈ ഗോവിന്ദചാമി മാത്രമേ കേരളത്തിൽ കൊടും ക്രിമിനൽ വെക്കണ്ട. കേരളത്തിലെ പാവപ്പെട്ടവർ എത്ര എണ്ണം ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് അറിയോ? ആർക്കറിയാം? നിയമമുണ്ടോ ഇതിന്? ഈ പറയുന്ന സംവിധാനത്തിന് നിയമമുണ്ടോ? ഇതൊന്നും നോക്കുന്നില്ല. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു സംവിധാനം ഇല്ലാതെ കൊടും ക്രിമിനലിൻ്റെ കൂടെ കൈയും കാലും വെട്ടി കൊന്നു ക്രിമിനൽ 5-6 റേപ്പ് നടത്തിയവൻ്റെയൊക്കെ കൂടെയാണ് ഈ സാധാരണ ആൾക്കാരെ കൊണ്ടിരുന്നത്. എന്നിട്ട് അവനെ ഫുൾ ട്രെയിനിങ്, ഒരു ഗുണ്ട ട്രെയിനിങ് നടത്തുന്നത് എങ്ങനെയാണ്? ഒരു കൊലപാതക ട്രെയിനിങ് നടത്തുന്നത്. അങ്ങനെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ, അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ക്രിമിനലുകളെ ഉണ്ടാക്കുന്ന ട്രെയിനിങ് സ്കൂളാണ് കേരളത്തിലെ. അതുകൊണ്ടാണ് ഒരു കാര്യം, അതിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ ജുഡീഷ്യറിക്കും ഈ സർക്കാരിനും. ഞാൻ സർക്കാരിനെ ന്യായീകരിക്കല്ലോ, ഇത് കുറ്റമാണ് പറയുന്നത്. ഇതാരും അഡ്രസ് ചെയ്യുന്നില്ലല്ലോ. ഇതെന്താ അഡ്രസ്സ് ചെയ്യാതെ? കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അഡ്രസ്സ് ചെയ്യുന്ന എങ്ങനെയാണ്? ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരു കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ഒരു കാര്യം എടുക്കുന്നു, ആ കാര്യത്തിൽ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് രാഷ്ട്രീയം, ഒന്ന് അരാഷ്ട്രീയം. ആ അരാഷ്ട്രീയത്തിൽ ഗോവിന്ദചാമിനെയും വെക്കും, മറ്റേ ഭാഗത്ത് രാഷ്ട്രീയത്തിനും വെക്കും. അത് ഈ അടുത്ത സർക്കാരിൻ്റെ പ്രശ്നമാണ്. ഇത് അടുത്ത സർക്കാരിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, BJP ഭരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്, CPM ഭരിക്കുന്ന സംവിധാനത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇത് തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, 2015 ഉമ്മൻചാണ്ടിയുടെ കാലത്താണല്ലോ ഈ പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കാൻ വിട്ടത് അല്ലേ? ഞാൻ പറയുന്നത് ചപ്പാത്തി ഉണ്ടാക്കി മാത്രമല്ല, ആദ്യം ചെയ്യേണ്ട പണി എന്താണ്? ഈ ക്രിമിനലുകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൊടും ക്രിമിനൽ ഏതാണ്? മിതമായിട്ട് കുറ്റം ചെയ്യേണ്ട സ്മൃതി വേണം. ഞാൻ 10-ാം നമ്പർ ബ്ലോക്കിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ 10-ാം ബ്ലോക്കിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. കേരളത്തിലെ നിങ്ങളിപ്പോൾ കാക്കനാട് ജയിലുണ്ടല്ലോ, അവിടെ നിങ്ങൾ വിഴിയൂർ ജയിലുണ്ടല്ലോ, അന്വേഷിച്ച് നോക്കുക എന്താണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ജയിലിനകത്തേക്കൊന്നും മാധ്യമങ്ങൾക്കൊന്നും അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ജുഡീഷ്യറിയുടെ പരാജയമാണ്. കേരളത്തിലെ ജുഡീഷ്യറി ഇതിനെതിരെ കേരളത്തിലെ ജയിലുകളുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടണമെങ്കിൽ അത് ജയിൽ വകുപ്പ് മാത്രമല്ല. ഞാൻ പറയുന്നത്, താങ്കൾ പറഞ്ഞതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിന് ജീവനക്കാരല്ല, താൽക്കാലിക ജീവനക്കാരെ നേരത്തെ ഹൈക്കോടതി ഒരു ഉത്തരവിട്ടാ പോരെ ജിമ്മി സാറേ? ഹൈക്കോടതി ഒരേ ഒരു ഉത്തരവിട്ടാൽ മതി. ഹൈക്കോടതിൻ്റെ കീഴിലാണോ ജയിലുകളെല്ലാം? ജില്ലാ ജോഡിയുടെ കയ്യിലാണോ ജയിൽ? ഒരു ഉത്തരവിട്ടാൽ മതി. ഈ 6 മാസത്തിനുള്ളിൽ ഇത്ര ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. സുപ്രീം കോടതി വേണ്ടെന്ന് പറയോ? സുപ്രീം കോടതി എന്തുകൊണ്ട് ഹൈക്കോടതി ചെയ്യുന്നില്ല? ഞാൻ പറയുന്നത് എന്താണ്, ഞാനാണ് ഈ അങ്ങനെയല്ല, ജുഡീഷ്യറിന്റെ കീഴിലുള്ള സംവിധാനമാണത്. ഞാൻ പറയുന്നത് സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനമാണ്. ഞാൻ സമ്മതിച്ചു തരാം. ഞാൻ ഉദാഹരണം പറയാം. ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ മേധാവിന്ന് വെക്കുക. ഞാൻ ഇതിൻ്റെ അത് ഊരി, എനിക്കൊന്നും അറിയില്ല, എന്നാൽ വേറെ ഒരാൾ പുറത്തൊരു ആൾ ഇരുന്നിട്ട് പറഞ്ഞാൽ ശരിയാവുമോ? അങ്ങനെയല്ലോ. ജുഡീഷ്യറി എന്ത് നടപടി സ്വീകരിച്ചു ഇതിനെതിരെ? ഞാനതാ ചോദിക്കുന്നത്. കേരളത്തിലെ കേസുകൾ വരുമ്പോൾ അത് പരിഗണിക്കാൻ അങ്ങനെയല്ല, ജയിൽ വകുപ്പൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കസ്റ്റഡി എന്ന് പറയാൻ എങ്ങനെയാ? അത് ശിക്ഷിച്ച പ്രതിയാണെങ്കിലും കസ്റ്റഡിയിലെ പ്രതിയാകും. ജുഡീഷ്യറി കസ്റ്റഡിയാണ്. ജുഡീഷ്യറി കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പിന്റെ അഡ്മിനിസ്ട്രേഷൻ അതാണ്. അതിൽ വീഴ്ച പറ്റിയാലും ചൂണ്ടിക്കാണിക്കും. ഞാൻ എന്താ ഇന്ന് ഞാൻ അങ്ങനെ മാങ്ങ പറിക്കാൻ പോയതല്ല. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾ സർക്കാരിനെ ന്യായീകരിക്കാന്ന് പറയണ്ട. ഞാൻ എന്താ പറയുന്നത് അറിയോ? ഈ ഗോവിന്ദചാമി ഈ ചാടിയല്ലോ, ഞാൻ എന്താ പറയുന്നത് അറിയോ? നാളെ ഈ ഉത്തരവ് ഹൈക്കോടതിയിൽ വരണം, ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് ഹൈക്കോടതി ചോദിക്കണ്ടേ? എന്തുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഒരു പ്രതി ചാടിപ്പോയി? ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോദിക്കണം. ചോദിച്ചിട്ട് അതിന് നടപടി സ്വീകരിച്ചു. എന്ത് നടപടി സ്വീകരിച്ചു? എന്തൊക്കെ വ്യത്യാസങ്ങൾ കേരളത്തിലെ ജയിലുകൾ വരുത്തണം? തീരുമാനിക്കണം. അതൊക്കെ നടക്കുമോ? നടക്കില്ല. നിങ്ങൾ നേരത്തെ ചോദിച്ചു, കോട്ടയത്ത് ബിൽഡിംഗ് ഇടിഞ്ഞു വീണു. ബിൽഡിംഗ് ഇടിഞ്ഞു, ശരിയാണ്. ബിൽഡിംഗ് ഇടിഞ്ഞു വേണം എന്താ ചെയ്യേണ്ടത്? ബിൽഡിംഗ് ഇടിഞ്ഞു വേണം നടപടി സ്വീകരിക്കണം. എടുത്തിട്ടുണ്ടോ ഇല്ലയോ? ആരും ചോദിക്കുന്നില്ലല്ലോ. അന്ന് വാർത്ത കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, വിട്ടു. ഇതെന്താണ് സംഭവം? ഇത് അതാത് മേധാവികൾ അതാത് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യണം. ഞാൻ പറയാം, ജിമ്മി സാർ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ 5000 ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ ജയിലുകൾ വേണം. പക്ഷേ എന്താണ് അതിന് നടപടി സ്വീകരിക്കുന്നത് കേരളത്തിലെ ജയിൽ ജുഡീഷ്യറി കസ്റ്റഡി. നമ്മൾ ഒരാളെ ജയിലിൽ പിടിച്ചാൽ ആരെ വിശ്വസിച്ചാൽ ജയിലിലേക്ക് ഇടുന്നത്? ഈ കൊടും ക്രിമിനൽ എവിടത്തേക്കാൾ അവൻ കുത്തിക്കൊല്ലുമോ എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ആരെ വിശ്വസിച്ചാൽ? ജഡ്ജിനെ വിശ്വസിച്ചാൽ പോകുന്നത്. നിന്നെ അവിടെ സുരക്ഷിതമായി നോക്കിക്കോളും. മനസ്സിലായോ? അന്ന് വിചാരിച്ചിട്ടാണ് ജഡ്ജിനാണ് അങ്ങോട്ട് വായിക്കുന്നത്. അല്ലെ ആരെങ്കിലും പോവോ ജയിലിലേക്ക്? ആരും പോകില്ലല്ലോ. പോലീസ് പിടിച്ചു എന്ന് വിചാരിച്ച് ജയിലിൽ പോകില്ലല്ലോ. അപ്പം കേരളത്തിൽ എന്താണ്? കേരളത്തിൽ ഈ പറയുന്നത് രണ്ടാമത്തെ കാര്യം പറയാം. കേരളത്തിലെ പോലീസ് ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ പോലീസ് എന്താണ്? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് ഒരു 10 പേർക്ക് ഒരു പോലീസ് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? 30 ലക്ഷം പോലീസിന് കൊടുക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. കേരളത്തിലെ പോലീസിന് എണ്ണം എത്രയാ?
കേരളത്തിലെ പോലീസിന് എണ്ണം എത്രയാ? അപ്പോൾ പോലീസിന് എന്താ ചെയ്യുക? അവരുടെ അധികാരവും അവരുടെ പവറും വെച്ചിട്ട് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ജയിൽ ചാടി. ഇപ്പം ഞാൻ നേരത്തെ നോക്കുകയായിരുന്നു, ഇപ്പോൾ കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, മണിക്കൂറുകൾക്ക് പ്രതിയെ പിടിച്ചു. മണിക്കൂറുകൾക്ക് പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ജനങ്ങളെ കൂടെ കൂട്ടിയിടാം. എല്ലാ പ്രവൃത്തിയും അങ്ങനെയാണ്. ഞാൻ പറയും 10, 500, 5000, 10000 വരുന്ന സമരങ്ങൾ നടക്കുമല്ലോ. എത്ര പോലീസാണ് തടയുന്നത്? എത്ര പോലീസാണ്? 10, 25 പോലീസാണ് തടയുന്നത് അല്ലേ? എങ്ങനെയാണ്? സമരക്കാർക്കും ഏകദേശം അറിയാം, പോലീസിനും ഏകദേശം അറിയാം. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പോലീസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസുകാർക്ക് നിങ്ങൾ പറഞ്ഞല്ലോ പിടിച്ച സ്ഥലത്ത് അവിടെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എങ്ങനെയാ? ഇപ്പൊ ഒരു സ്ഥലത്ത് പ്രതി എത്തി എന്ന് അറിയുന്നു, അറിഞ്ഞ സ്ഥലത്തേക്ക് ഈ പ്രതി അടക്കം പോലീസ് അടക്കം എത്തുന്നു. വിത്തിൻ സെക്കൻഡ് ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസ് വരുന്നുണ്ട്. അത്ര അടുത്തുവരെ പോലീസ് എത്തുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താ അറിയോ? നമ്മൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇനി ഈ പ്രശ്നം ഉണ്ടാവരുത്, അതിനെന്ത് ചെയ്യാൻ പറ്റും? കുറ്റപ്പെടുത്താൻ ആർക്കും പറ്റും. എന്താ ബുദ്ധിമുട്ട് കുറ്റപ്പെടുത്താൻ? ഗോവിന്ദചാമി ജയിലിൽ കുറ്റപ്പെടുത്താൻ ഇനി എന്തിനു സംവിധാനം ആരെങ്കിലും പറയുന്നുണ്ടോ? ഇനി എന്ത് ഈ തടവില്ലാതിരിക്കാൻ സാരോപദേശ കഥയല്ലല്ലോ ഇവിടെ വേണ്ടത്. എങ്ങനെയാണ് സംഭവിച്ചത്? ആരുടെ വീഴ്ച? ആ വീഴ്ചയിലാണല്ലോ 4 ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് കോടതിയുടെ തലയിൽ വെച്ച് ഊരാൻ പറ്റില്ല. ജയിൽ വകുപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു? ജയിൽ വകുപ്പിന്റെ വീഴ്ചകൾ നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. TP കേസ് പ്രതികളെ അവർക്ക് ജയിലിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞതാണ്. അതിനുശേഷം അത് ഈ പറഞ്ഞതുപോലെ കേസായി കോടതിയിൽ പോകുന്നു. കോടതി അതിനുശേഷം അവരെ ജയിൽ മാറ്റുന്നുണ്ട്. ഇല്ലേ? മാറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് ഇത് വിഷയം വരുമ്പോഴാണ് കോടതി കോടതി അങ്ങനെ ഇടപെട്ടാ പോരാന്ന്. കോടതിയുടെ ഉത്തരവാദിത്തമാണ് ജയിലുള്ളത്. നമ്മൾ എന്തിനാണ് സർക്കാരിനെ തിരഞ്ഞെടുത്ത് വിടുന്നത്? ഭരിക്കാൻ വിടുന്നത് എന്തിനാണ്? നമ്മുടെ സുരക്ഷയുടെ അവരുടെ ഉത്തരവാദിത്തമാണോ? അല്ലേ? പോലെ ഞാൻ പറയുന്നത് നേരത്തെ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയാണ്? നിങ്ങൾ എന്ത് പറഞ്ഞാലും പറയാൻ പോകുന്നത് അറിയോ? ഇത്ര ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്തോ, ഇത്ര ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരെ അപ്പോയിന്റ് മാത്രമല്ല വിഷയം, അവിടെ ഉദാസീനമായിരുന്നു സിസ്റ്റം. ഒരു തരത്തിലും പ്രവർത്തിച്ചിട്ടില്ല. അയാൾക്ക് അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പാക്കാനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണെന്ന് ചോദ്യം ഉണ്ടെന്നേ. അത് 4 ജീവനക്കാരല്ല. അല്ലല്ല, ഒരു മിനിറ്റ്. ഈ എന്തുകൊണ്ടാണ് ഈ തടവ് ശിക്ഷയ്ക്ക് ജീവപര്യന്ത തടവ് ശിക്ഷ വരെ കണ്ണൂർ ജയിലിലേക്ക് വിടുന്നത്? അവിടെ അതിസുരക്ഷാ ജയിലാണെങ്കിൽ ഓപ്പൺ ജയിലാണ്. അതിൽ ആ തടവുകൾക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തിറങ്ങി നടക്കാം. 8, 10, 25 വർഷം ജയിലിൽ ശിക്ഷിക്കുന്നവനാണ് അതിൻ്റെ ഉള്ളിലൂടെ. ഒരു സെല്ലിൽ മാത്രം പൂട്ടാൻ പറ്റില്ലല്ലോ. അവരെ ഉള്ളിൽ കൂടെ ഇറങ്ങി സുരക്ഷാ ഗോവിന്ദചാമി ചാടി. അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ജീവനക്കാരുടെ മേലെ മലമെറുത്ത് എറിഞ്ഞു എന്നാ പറയുന്നത്. അത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അയാളെ ശ്രദ്ധിക്കണ്ടേ? പിന്നെ അയാൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അവിടെ പോയി ശ്രദ്ധിക്കാൻ പറ്റില്ല. അതിനാണ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ അടുത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി എല്ലാ ജയില് തോറും സഞ്ചരിക്കുക എന്നല്ല അതിന്റെ പ്രവർത്തന രീതി. നമുക്ക് തിരിച്ചെത്താം. വീണ്ടും വീഴ്ചയോ എന്നാണ് ചോദ്യം. സുജയ, വീഴ്ചയാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീഴ്ച ഉണ്ടായില്ല എന്ന് വാദിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും അവർ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തിരിച്ചറിയുന്നു. നടപടിയിലേക്ക് ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ നടപടിയിലേക്ക് കടക്കുകയാണ്. പക്ഷേ അത് ഒരു തൊലിപ്പുറത്തെ ചികിത്സയായി നിൽക്കുന്നു എന്നതാണ് നമ്മൾ ആ വിഷയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 1.5 മാസത്തെ ആസൂത്രണം നടത്തുന്ന ഒരു കൊടും കുറ്റവാളിയാണ് ഗോവിന്ദചാമിയിൽ നമ്മൾ കാണേണ്ടത്. ഗോവിന്ദചാമിയുടെ കൈക്ക് അല്ലെങ്കിൽ കൈപ്പത്തിയില്ല എന്നതൊന്നും ഒരു വിഷയമേ അല്ല. അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ്. ആ കൈപ്പത്തിയുടെ ആനുകൂല്യത്തിലാണ് അയാൾ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒറ്റ കൈകൊണ്ട് പിടിച്ചു തൂങ്ങിക്കിടക്കുന്ന, കിണറ്റിൽ തൂങ്ങിക്കിടക്കുന്ന, നിഷ്പ്രയാസം കയറി വരുന്ന, ഒറ്റ കൈകൊണ്ട് മതിലിന് പുറത്തേക്ക് ഈ പുതപ്പെറിഞ്ഞ് കയറെറിഞ്ഞ് വീപ്പ എടുത്തു വെച്ച് വീപ്പയ്ക്ക് പുറത്ത് ചാടിക്കയറി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ അടക്കം ചാടിക്കടക്കാൻ കഴിവുള്ള ഇയാൾക്ക് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നതിലേക്ക് വരെ ആ ക്രൂരത എത്തിക്കാൻ സാധിച്ചില്ല എന്ന് കണ്ടെത്തി ഈ ശിക്ഷ താഴേക്ക് കൊണ്ടുവന്ന, അതായത് വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് കൊണ്ടുവന്ന സുപ്രീം കോടതിയെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സമീപിക്കാവുന്നതേ ഉള്ളൂ. കാരണം സാഹചര്യം അതാണ്. ആ കേസിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലനിൽക്കില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അന്ന് വധശിക്ഷ റദ്ദാക്കിക്കൊണ്ട് കോടതി വിശദീകരിച്ച കണ്ടെത്തലുകൾ, അന്നത്തെ സുപ്രീം കോടതി വേർഡിക്റ്റിന്റെ ഭാഗമായ കണ്ടെത്തലുകൾ ഞാൻ എടുത്തു നോക്കി. അതിൽ ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തതായും മാരകമായി പരിക്കേൽപ്പിച്ചതായും സംശയാതീതമായി തെളിഞ്ഞു. എന്നാൽ മരണപ്പെടുമെന്ന ബോധത്തോടെയാണ് ഗോവിന്ദചാമി കൃത്യം ചെയ്തതെന്ന് കരുതാനാകില്ല. കോടതിയുടെ ഫൈൻഡിംഗ് നമ്പർ 1.
ഇനി തീവണ്ടിയിൽ നിന്ന് ചാടിയപ്പോഴുണ്ടായതാണ് രണ്ടാമത്തെ മുറിവ്. എന്നാൽ ഗോവിന്ദചാമിയാണ് പെൺകുട്ടിയെ തള്ളിയിട്ടതെന്ന് കരുതാൻ കഴിയില്ല. പരിക്കേറ്റ പെൺകുട്ടി ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടന്നതിന് ശേഷമാണ് മരണം സംഭവിച്ചത്. പ്രതിക്ക് കൊലപാതകത്തിന് ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഇതിനെയൊന്നും കൗണ്ടർ ചെയ്യാൻ സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് സുപ്രീം കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. കാരണം കേസിലെ പഴുതുകളാണ് അവിടെ ഗോവിന്ദചാമിയുടെ അഭിഭാഷകന് ആനുകൂല്യമായി മാറിയത്. ഇടത് കൈപ്പത്തി ഇല്ലാത്തത് അവിടെ ചൂണ്ടിക്കാട്ടി, ആരോഗ്യസ്ഥിതി അവിടെ ചൂണ്ടിക്കാട്ടി, തള്ളിയിട്ടതാണ് എന്ന ഫോറൻസിക് സംഘത്തിന്റെ സാക്ഷ്യം സുപ്രീം കോടതിയിലേക്ക് എത്തിയില്ല. അത് വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും വരെ എത്തി. അവിടെ രണ്ടിടത്തും ഈ വധശിക്ഷ ശരിവെക്കുന്നു. പക്ഷേ സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ വാദങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. DNA പരിശോധനാ ഫലം അതും പ്രധാനപ്പെട്ട തെളിവാണ്. ആ തെളിവും സുപ്രീം കോടതിയിൽ എത്തിയില്ല. സുപ്രീം കോടതി അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ കൂടി നമ്മളൊന്ന് ഒന്നുകൂടി ഓർത്തെടുക്കണം. പെൺകുട്ടിയെ തീവണ്ടിയിൽ നിന്ന് തള്ളിയിട്ടും കൊലപ്പെടുത്തി എന്നതിനും തെളിവെവിടെ എന്ന് കോടതി ചോദിച്ചപ്പോൾ അന്ന് അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. ഒറ്റക്കൈ മാത്രമുള്ള ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ കഴിയുമോ? ഫോറൻസിക് പിഴവുകളുടെ പിന്തുണ അതുപോലെ തന്നെ ആ പിഴവുകളുടെ പിന്തുണ, അതോടൊപ്പം ഈ ഒറ്റക്കയ്യൻ എന്നുള്ള ആനുകൂല്യം. ആ ഒറ്റക്കയ്യൻ ഇന്ന് കാണിച്ചിരിക്കുന്ന ക്രൈമിന്റെ ഒരു ഗ്രാവിറ്റി എത്രത്തോളമാണ്? ഒറ്റക്കയ്യൻ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് പോലും ചാടിക്കടക്കാൻ കഴിയാത്ത ഒരു മതിൽ മാത്രമല്ല, അതിനകത്തുള്ള ഈ 10-ാം നമ്പർ ബ്ലോക്കിന്റെ മതിലും കൂടി, അങ്ങനെ 2 മതിൽ ചാടിക്കടക്കുകയാണ്. അതും അയാൾ ശാരീരികമായി മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെ പൂർണ്ണമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ആ മതിൽ ചാടിക്കടന്നതും ആ കിണറ്റിൽ തൂങ്ങിക്കിടന്നതും അത് രണ്ടും അയാളുടെ ഹെൽത്ത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിന്റെ ക്ലിയർ എവിഡൻസ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ഒരാൾക്ക് സൗമ്യയെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? ആ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എടുത്ത ആ പിഴവുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണോ ആനുകൂല്യം കൊടുത്തത്, അതെല്ലാം ഇന്ന് ഇല്ലാതാവുകയാണ്. ഈ ഒരു കൃത്യത്തിൽ അയാൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇനിയും കോടതിയെ സമീപിക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിന് വേണമെങ്കിൽ റീഓപ്പൺ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ വീണ്ടും ഇക്കാര്യം, അതായത് ഇപ്പോൾ അയാൾ ചെയ്തിരിക്കുന്ന ക്രൈമിൽ ആ ഒറ്റ കൈവച്ച് അയാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഈ കേസിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വേണമെങ്കിൽ കടക്കാവുന്നതേ ഉള്ളൂ. കാരണം പുതിയൊരു ക്രൈം കൂടി സംഭവിച്ചിരിക്കുകയാണ്. ഈ ഒറ്റക്കയ്യനായ ആൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിധി എഴുതിയ കോടതികളിലേക്ക് എത്താൻ സാധിക്കുന്ന ആൾ, ആ പാത്രങ്ങളൊക്കെ ആ പരിസരത്തുണ്ടെങ്കിലേ അയാൾക്ക് അതെടുത്ത് അവിടെ നിരത്തി വെക്കാൻ കഴിയുള്ളൂ. ഒരു പാൽപാത്രങ്ങളാണ് എടുത്ത് ഉപയോഗിച്ചത്. പാൽപാത്രങ്ങൾ, ഡ്രം, വെള്ളം കൊണ്ടുവരുന്ന ഡ്രം, ആ വലിയ വീപ്പകളൊക്കെ ആ പരിസരത്ത് കിടന്നപ്പോൾ അത് സംശയാസ്പദമായി ആർക്കും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ജയിൽ DGP വരുമ്പോൾ ബൽറാം കുമാർ ഉപാധ്യായെ വരവേൽക്കാനായിട്ട് അവിടെ പരവതാനി വിരിക്കുമ്പോൾ ഇപ്പുറത്തെ മുറ്റം വഴിയൊന്ന് നടന്നാൽ കാണാവുന്നതല്ലേ ഉള്ളൂ. ഈ മതിലിനോട് അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ ഈ സാധനങ്ങളൊക്കെ കിടന്നിട്ടുണ്ടാവുക. അതൊന്നും ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. ഇപ്പോൾ സസ്പെൻഷനിലായ 4 പേരെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ്? പകലും ഉണ്ടായിരുന്നല്ലോ കൃത്യമായി കാര്യങ്ങൾ നോക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ. രാത്രിയിലുള്ളവർ ഉറങ്ങിപ്പോയി, മഴയാണ്, ഉറങ്ങിപ്പോയി. അതാണ് ഇപ്പോൾ പറയുന്ന വാദം. പക്ഷേ പകലുണ്ടായിരുന്നവർ ഇതൊന്നും കണ്ടില്ലേ? ഇയാൾ എന്തായാലും ഈ രാത്രിയിൽ പോയി ഇതൊന്നും പെറുക്കിക്കൊണ്ട് വന്നതല്ലോ. ആ ഭാഗത്ത് തന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഈ ജയിൽ ചാടാനായി കൃത്യമായി ഇയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ജയിലാണ്. ആ ജയിലിൽ ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അയാൾക്ക് അതിനുള്ള സഹായം കിട്ടണം. മാത്രമല്ല ജയിൽ ചാടിക്കഴിഞ്ഞിട്ടാണ് പോലീസ് ഇതെല്ലാം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി ഗോവിന്ദചാമിയെ സഹായിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും സുപ്രീം കോടതി വരെ പോയി അയാളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കാൻ കിട്ടിയ ആ ഒരു സഹായത്തിന്റെ റൂട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഗോവിന്ദചാമി എന്ന് പറയുന്നത് ഒരു ചെറിയ മീനൊന്നും അല്ല എന്നത് അപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ്. പിന്നെ അയാളുടെ ഈ ചാട്ടം ഉണ്ടായതിനു ശേഷം ചാട്ടത്തിൽ പിഴച്ചു, പക്ഷേ ഞങ്ങൾ പിടിച്ചതിൽ ഹീറോ ആയി എന്ന് പറയുന്നതിൽ കാര്യമില്ല. പിടിച്ചത് യഥാർത്ഥത്തിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ കൂടിയാണ്. മാധ്യമങ്ങൾ തത്സമയം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കണ്ണൂരിലെ നാട്ടുകാരാണ്, അവർക്കാണ് കൈയടി കൊടുക്കേണ്ടത്. പോലീസ് സംവിധാനം അവിടേക്ക് എത്തി പിടികൂടുന്നു. പക്ഷേ അവിടെ നാട്ടുകാർ എത്രത്തോളം അലേർട്ടായിരുന്നു. കാരണം ഈ കുറ്റകൃത്യത്തിന്റെ ഒരു എത്രത്തോളം ഹീനമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ കൊലയിലേക്ക് വരെ എത്തിച്ചത് എന്നുള്ളത് നാട് മുഴുവൻ ചർച്ച ചെയ്തതാണ്. 2011 സംഭവമാണ്. 14 വർഷം കഴിഞ്ഞെങ്കിലും ഇന്നും ആ മനുഷ്യരുടെയൊക്കെ, ബിനോജ് അടക്കമുള്ളവരുടെ, ബിനോജിന്റെയും ഉണ്ണിയുടെയും ഒക്കെ മനസ്സിൽ ആ പെൺകുട്ടിയുടെ മരണം ഉള്ളത് കൊണ്ടാണല്ലോ ഗോവിന്ദചാമി എന്നവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഈ രൂപമാറ്റം സംഭവിച്ചയാൾ എപ്പോഴേ തമിഴ്നാട്ടിലെത്തിയേനേയും അയാൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൂടുതൽ ക്രൈംസ് അയാൾ ചെയ്തേനേയും. 2011 നവംബർ 11 കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഗോവിന്ദചാമി വരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ കഴിഞ്ഞ 14 കൊല്ലവും ഇയാൾ എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, ഇയാൾക്ക് അവിടെ ആരുടെയൊക്കെ പിന്തുണ കിട്ടിയിട്ടുണ്ട്, അതിലേക്കൊക്കെയാണ് അന്വേഷണം പോകേണ്ടത്. അല്ലാതെ ഈ രാത്രിയിൽ അവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇതിലെ ഉത്തരവാദികൾ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ചുരുക്കുന്നതിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ടെത്തിയത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടമാണ്. അവിടെ വരെ എന്ന് വെച്ചാൽ റഫ്ലി ലെസ് ദാൻ 5 കിലോമീറ്റേഴ്സ് ഇയാൾക്ക് ആകെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഇയാൾ മോഷണം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ മോഷണം നടത്തിയതിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ അകത്ത് കിട്ടിയതുപോലെയുള്ള കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഇയാളെ ആരാണോ ഗൈഡ് ചെയ്തത് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് അയാൾക്ക് അയാൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ രാത്രിയാണോ ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു പോകാനായിട്ടുള്ള ഇയാൾക്കുള്ള
പ്ലാനിൽ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ സഹായിച്ച ആളുകൾ ഉണ്ടാകും, ഉറപ്പാണ്. അപ്പോൾ പ്ലാൻ അനുസരിച്ച് രാത്രിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി, പകൽ പതുങ്ങിയിരുന്നാൽ മതി എന്ന നിർദ്ദേശം അനുസരിച്ചാണോ ചുരുങ്ങിയ ദൂരം മാത്രം സഞ്ചരിച്ചത് എന്നത് പറയണം. കാരണം ഈ കിണറ്റിൽ നിന്ന് കിട്ടിയ തളാപ്പിന് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടുള്ള ദൂരം കൂടി കണക്കിലെടുക്കുമ്പോൾ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. റെയിൽവേ സ്റ്റേഷനിലേക്ക് രാത്രിയിൽ പോകാനുള്ള നിർദ്ദേശമായിരിക്കാം ഒരുപക്ഷെ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇവിടെ ഈ അതീവ സുരക്ഷാ ബ്ലോക്ക്, ആ പേര് സർക്കാർ ഉടൻ തന്നെ മാറ്റണം. ഒരു സുരക്ഷയും ഇല്ലാത്ത ബ്ലോക്കാണിത്. അതീവ സുരക്ഷ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതിലൊരു പ്രതീക്ഷ തോന്നുമല്ലോ. കാരണം കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്നതിനായിട്ട് അതീവ സുരക്ഷ വിതിൻ കോട്ട്സ് അത് എടുത്തങ്ങ് മാറ്റുന്നതായിരിക്കും മുഖ്യമന്ത്രി ചെയ്യുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റം ചതിച്ചു എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് പറയണ്ട. കാരണം ഇവിടുത്തെ മൊത്തം സിസ്റ്റവും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്നതിൻ്റെ ഓരോ എക്സാമ്പിളാണ്. ഓരോ വകുപ്പ് വിധമാണ്. വനംവകുപ്പിൻ്റെ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്നു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കെട്ടിടങ്ങളുടെ ആ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്നു, മിഥുൻ്റെ സംഭവത്തിൽ നമ്മൾ കാണുന്നു. ആരോഗ്യ വകുപ്പിൻ്റെ സിസ്റ്റം പൊളിഞ്ഞു കിടക്കുന്നു, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സിസ്റ്റവും പൊളിഞ്ഞു. അതാണ് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ എല്ലാ സിസ്റ്റവും പൊളിയുന്നു. ആ സിസ്റ്റത്തിൻ്റെയൊക്കെ തലവനായ ക്യാപ്റ്റൻ്റെ സിസ്റ്റവും പൊളിഞ്ഞു. അപ്പോൾ സ്വന്തം സിസ്റ്റം പൊളിയുമ്പോഴെങ്കിലും ക്യാപ്റ്റൻ അതിലേക്കൊന്ന് ഇറങ്ങി വന്ന് ഈ സിസ്റ്റം ഒന്ന് നന്നാക്കുമെന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഷേവിംഗ് അലർജി പറഞ്ഞ പ്രത്യേക അനുമതി, രൂപമാറ്റം വരുത്തുന്നതിനായിട്ട് ഉള്ള അനുമതി, ഈ തടവുകാരുടെ, അതായത് വിചാരണ തടവുകാരുടെ കറുത്ത വസ്ത്രം വരെ അയാൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇതടക്കം അയാൾക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് എന്നൊരു ചോദ്യമോടെ അതാണ് മറ്റേ ചോർ നഹി ചപ്പാത്തി എന്ന് പറയുന്നത് പോലെ ആ ഡയലോഗൊക്കെ അടിച്ച് ഇയാൾ ഇതെല്ലാം സാധിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം സർവ്വ സ്വതന്ത്രമായി വിഹരിക്കാനായി ഗോവിന്ദചാമിക്ക് കിട്ടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഒരു കാര്യം കൂടി, മാഡം നേരത്തെ റിപ്പർ ജയാനന്ദന്റെ കാര്യം മാത്രമാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയല്ല. റിപ്പർ ജയാനന്ദൻ 2013 ജൂൺ 9 രക്ഷപ്പെട്ടപ്പോൾ ഇവിടെ മണിക്കൂറുകൾക്കകം കേരള പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെയാണെങ്കിലും പിടിച്ചിട്ടുണ്ട്. 2013 അങ്ങനെയല്ല. ജൂൺ 9 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട റിപ്പർ ജയാനന്ദനെ പിടിച്ചത് 2019 സെപ്റ്റംബറിൽ തൃശ്ശൂരിൽ നിന്നാണ്. 3-4 മാസം കറങ്ങി നടന്നു. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ, അന്നും ഈ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പിടിക്കാൻ കുറെ സമയം എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിനെ ആഭ്യന്തരമന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ, ഇവിടെ ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുമ്പോൾ അന്ന് ഇത് പിടിക്കാൻ എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഊപ്പപ്രകാശ്, പിന്നെ വനിതാ ജയിലിൽ നിന്നുള്ള ചാട്ടം, അതടക്കം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്ധ്യയെ ശില്പയും പിടിച്ചിട്ടുണ്ട്, ബാലമുരുകനെ പിടിച്ചിട്ടുണ്ട്, മുഹമ്മദ് സഫാദിനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇപ്പോൾ ഈ ഉണ്ടായ സംഭവത്തിന് ഞാൻ അവസാനിപ്പിക്കാം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സംവിധാനത്തിന്, സുരക്ഷാ സംവിധാനത്തിന് വലിയ വീഴ്ചയാണുള്ളത്. അത് കുറച്ചുകൂടി ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടുകൊണ്ട് പോകേണ്ടതുണ്ട്. പിടികൂടിയത് ജനങ്ങളുടെ മികവാണ്, ചാടിപ്പോയത് ജയിൽ വകുപ്പിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ പിഴവാണ്. ശരി, വീണ്ടും വീഴ്ചയോ എന്നായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. Meet the editors.